ഇതേതാ സ്ഥലം? ചേർത്തല. ചേർത്തലയോ? ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത്? നീയാ? ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? ഇത് ശരിയാവില്ല. ആ, ഞാനത് ശ്രദ്ധിച്ചോളാം. ഐ എം സ്റ്റാർവിംഗ്. എനിക്കെന്തും കഴിക്കണം. കഴിക്കാൻ ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് റോസ്റ്റ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, നെയ്മീൻ, ചാളക്കറി, അയലക്കറി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച് നെരസ്റ്റി, വട, പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ സുഖയിൽ മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്നേ. അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം, മുട്ടക്കറിയുണ്ട്, പുട്ടും കടലുണ്ട്. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ അപ്പം കടലുണ്ട്, പുട്ടും മുട്ടക്കറിയുണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. ചേച്ചിക്ക് എന്താ വേണ്ടത്? The other one. അതർ ബണ്ണ ബണ്ണൊന്നും ഇവിടെ ഇല്ല. ബണ്ണല്ല, No. മറ്റേ അപ്പം മുട്ടക്കറി. Yeah, that one. അവിടെ 2 ഗ്ലാസ് കൊടുത്തേ. കടിയില്ലാന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ. Oh, disgusting. എന്താ ഇത്? അപ്പം, മുട്ടക്കറിയും, പുട്ടും കടലയും. ആ, അത് മനസ്സിലായി. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണോ ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ? ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാനൊന്നും പോണില്ല. ദേ, ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ. ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. ഏ, show me your hands. എന്താണ്? തന്റെ കൈയൊന്ന് കാണിക്കാൻ. ആ, എന്താ കുഴപ്പം? നല്ല സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നേ? പിന്നല്ലാതെ? നഖമൊന്ന് ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണത്. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിനെ പ്രശ്നം. ആര് കഴിക്കാറ്? ഇതാ കഴിക്ക്. രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ്ങ് വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഏയ്, ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ല. ഇതെന്താണിത്? മീൻ വിലയാ? ആ, ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ബോസാണ് അത്രേ, ബോസ്. ചേച്ചി ഓ, ഒന്നും കൂടെ വരും. ഈ സാരി ഒന്ന് മര്യാദ കുടിപ്പിച്ചു കൊടുക്കും. yeah, come in. വരൂട്ടോ. സോറി, ചെല്ലൂട്ടോ. ഇതൊന്ന് പിടിക്കേ. വാ. തലക്കിടിച്ച് കൊല്ലോ. ഭൂമി കാലൂത്തി. എത്രയാ? 150. 150? അതെ, 150. അപ്പൊ ഇതെനിക്ക് വിൽക്ക? എന്താണോ? അല്ല, അതെ, എന്റെ ചേട്ടാ, വേറെ 2.5 കിലോമീറ്ററിന് 150 രൂപ. ആ, അതന്നെ ഞാനാ. ഈ തല്ലിപ്പൊളി വഴികൂടെ ഓടി വന്ന എന്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ താൻ നന്നാക്കി തരുമോ? ഇല്ല, ആ പണി ആ, എനിക്കറിയില്ല. അപ്പൊ ചിലക്കാതെ മര്യാദക്ക് 150 രൂപ ഇങ്ങോട്ടെ. ഞങ്ങളുടെ ഷോക്ക് അബ്സോർവർ ലെവലായി. അതിന് ഞാൻ ചെയ്യാനാ? ഈ വഴി ഇങ്ങനെ തല്ലിപ്പൊളിയായി കിടക്കുന്ന എന്റെ കുഴപ്പമാണോ? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ മതി. ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലുണ്ടല്ല. അയ്യോ സോറി ചേട്ടാ, കമ്മ്യൂണിസ്റ്റാ? അതെ, ഞങ്ങള് ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. മറ്റവന്മാര് ഭരിക്കുമ്പോ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ക്ഷമിക്കണം, ഞാനിത് പത്രത്തിൽ വായിച്ചത് പറഞ്ഞതാ. അതെ, തന്നെ പോലുള്ള ബൂർഷുകൾ വായിക്കുന്ന പത്രത്തിന്റെ കുഴപ്പാ. അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗ. നിങ്ങൾ എന്നെ വേണ്ടുമ്പോഴേ കാണിക്കുന്നതിന്റെ ഓട്ടോറിക്ഷ വെട്ടി മറിച്ചിടാൻ നോക്കുക. പെണ്ണുപിള്ളയോ? വീട്ടിൽ പോയി പറയടോ. എന്താ പറഞ്ഞ? ചേട്ടാ, കണ്ടാൽ അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കണേ? ഏയ്, you. ഞാൻ മനു വർമ്മ. തനിക്ക് കണ്ടൂടെ ഞാൻ എന്താ ചെയ്യുന്നത്? നോക്കി നിൽക്കാതെ ഒന്ന് സഹായിച്ചൂടെ? അത് ശരി, ആജ്ഞാപിക്കുന്ന. ചേട്ടാ വിട്, ഞാൻ എടുത്തോളാം. ഒരുമാതിരി ബൂർഷുകളുടെ ധാർഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ കൊയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. ഈ താല്പര്യം നെല്ല് പോയി നെല്ല് കാണിച്ചിരുന്ന കുട്ടനാട് എന്ന് രക്ഷപ്പെട്ടേനെ. എന്താ പറഞ്ഞേ? ലാൽ സലാം സഖാവേ. വിതക്കില്ല, കൊയ്യാൻ നടക്ക.